ഹലോ ഗൈസ്, വെൽക്കം ടു കൃഷ്ണ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ മാഡം വെബ് എന്ന ക്യാരക്ടറിൻ്റെ ഓറിജിൻ പവേഴ്സിനെ പറ്റിയൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്ത മാസം ഈ ഒരു മാഡം വെബ് മൂവി റിലീസാകാൻ പോവുകയാണ്. അപ്പോൾ ആരാണ് ഈ മാഡം വെബ്? സോ ഈ മാഡം വെബ് എന്തുകൊണ്ട് സ്പൈഡർ വേഴ്സിൽ ഇത്രത്തോളം ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്, അപ്പോൾ അതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നോക്കാൻ പോകുന്നത്. സോ നേരെ വീട്ടിലേക്ക് എടുക്കാം. അപ്പോൾ ഇപ്പോൾ വരാൻ പോണ ഈ ഒരു മാഡം വെബ് മൂവിക്ക് വന്ന് അങ്ങനെ വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നുമില്ല. കാരണം പടത്തിൻ്റെ ട്രെയിലർ തന്നെ എന്താ പറയുക, ഒട്ടും തന്നെ ക്വാളിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു മൂവിയിൽ വന്ന് ഈ മാഡം വെബ് എന്ന ക്യാരക്ടറിൻ്റെ ഒറിജിൻ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് ഒരു യങ് ആയിട്ടാണ് നമ്മുടെ മാഡം വെബിനെ കാണിക്കാൻ പോകുന്നത്. കാരണം കോമിക്സിൽ മാഡം വെബിൻ്റെ ലുക്ക് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ഓൾഡ് ആയിട്ടുള്ള രീതിയിലാണ് മാഡം വെബ് ഉള്ളത്. എന്നാൽ മൂവിയിൽ യങ് ആയിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അതായത് ഒറിജിൻ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടാണ് കാണിക്കാൻ പോകുന്നത്. സോ ഇപ്പം മൂവിയിൽ മാഡം വെബായിട്ട് ഡക്കാട്ട ജോൺസനാണ് അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കോമിക്സിൽ കണ്ട പോലെ ഒരു മാഡം വെബിനല്ല നമ്മൾ ഈ ഒരു മൂവി കാണാൻ പോകുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മാഡം വെബിനെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കോമിക്സിലുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മാഡം വെബിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് കസാൻഡ്ര വെബ് എന്നാണ്. സോ നമ്മുടെ ഈ ഒരു കസാൻഡ്ര വന്ന് ജനിക്കുമ്പോൾ തന്നെ ബ്ലൈൻഡ് ആയിട്ടാണ് ജനിക്കുന്നത്. അതിൽ കാഴ്ചയില്ലാതെയാണ് ജനിക്കുന്നത്. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള വുമൺ ആയിട്ടാണ് ജനിക്കുന്നത്. അപ്പം എന്നാൽ വന്ന് ഈ ഒരു നമ്മുടെ കസാൻഡ്രയ്ക്ക് വന്ന് ചില സൈക്കിക് ആയിട്ടുള്ള ചില എബിലിറ്റീസും കാര്യങ്ങളൊക്കെ ജനിക്കുമ്പോൾ തന്നെ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ അപ്പം ഈ ഒരു കസാൻഡ്ര പിന്നീട് വളർന്ന സമയത്ത് വേറെയും ചില അസുഖങ്ങൾ ഈ കസാൻഡ്രയ്ക്ക് ബാധിക്കുകയാണ്. പ്രത്യേകിച്ച് കസാൻഡ്രയുടെ ബോഡി തന്നെ കംപ്ലീറ്റ് ആയിട്ട് തളർന്നു പോകുന്ന രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ബാധിക്കുകയാണ്. അതായത് കൈയും കാലും ഒന്നും അനക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കസാൻഡ്ര ആവുകയാണ്. എന്നാൽ പിന്നീട് ഈ ഒരു കസാൻഡ്രയുടെ കല്യാണമൊക്കെ കഴിയാണ് ജോണതൻ എന്നൊരാളുമായിട്ടാണ് കല്യാണം കഴിയുന്നത്. അപ്പം നമ്മുടെ കസാൻഡ്രയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീൽ ചെയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെയർ വന്ന് കാണാൻ നമ്മുടെ സ്പൈഡറിൻ്റെ ഒരു സിമ്പിൾ പോലെ ഇരിക്കുക ചെയർ. അപ്പോൾ ഈ ചെയറിൽ ചില ഗുണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കസാൻഡ്രയ്ക്ക് ഇങ്ങനൊരു അസുഖം, ഈ ഒരു ഡിസീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കസാൻഡ്രയ്ക്ക് ശ്വാസം പോലും കിട്ടാത്ത രീതിയിൽ ആണ് ആവുന്നത്. അതായത് ആൾമോസ്റ്റ് മരിക്കുന്ന സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു ചെയർ വന്ന് നമ്മുടെ കസാൻഡ്രയ്ക്ക് ഒരു ലൈഫ് സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അതായത് ചെയറിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഓക്സിജൻ കിട്ടാത്ത ആ പ്രോബ്ലം ഒന്നും കസാൻഡ്രയ്ക്ക് ഉണ്ടാവില്ല, ജീവനോടെ തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് സപ്പോർട്ടായിട്ടുള്ള ചെയർ നമ്മുടെ ഈ ഒരു കസാൻഡ്രയുടെ ഹസ്ബൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കസാൻഡ്ര ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ കസാൻഡ്രയ്ക്ക് ആ ഒരു സൈക്കിക് എബിലിറ്റീസൊക്കെ എന്താ പറയുക കുറച്ചും കൂടെ കൺട്രോളിൽ കിട്ടുന്നതും. പിന്നീടാണ് നമ്മുടെ ഒരു കസാൻഡ്ര വന്ന് നമ്മുടെ പീറ്റർ പാക്കറിനെ നമ്മുടെ ഈ ഒരു മാഡം വെബ് കണ്ടുമുട്ടുന്നത്. അതായത് പീറ്റർ പാക്കറിൻ്റെ ഐഡൻറ്റിറ്റി വരെ മാഡം വെബിനെ അറിയാം. പലയിടങ്ങളിൽ നമ്മുടെ പീറ്റർ പാക്കറിനെ എന്താ പറയുക നമ്മുടെ ഈ ഒരു മാഡം വെബ് ഹെൽപ്പ് വരെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാഡം വെബ് കോമിക്സിൽ നമ്മുടെ പീറ്റർ പാക്കറിനൊക്കെ ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. എന്നാൽ പിന്നീട് ഒരു ഘട്ടത്തിൽ നമ്മുടെ കോമിക്സിൽ നമ്മുടെ മാഡം വെബിന് ഒരു പവർ കിട്ടും, ഒരു ഇമ്മോർട്ടാലിറ്റി പവർ കിട്ടുന്നുണ്ട്, ഒരു റിച്വൽ വരി കിട്ടുന്ന ഒരു പവറാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ഓൾഡ് ആയിട്ടിരുന്ന ഈ മാഡം വെബ് ക്യാരക്ടർ കോമിക്സിൽ ആ ഘട്ടത്തിൽ യങ്ങായിട്ട് മാറുന്നുണ്ട്. എന്നാൽ പിന്നീട് മാഡം വെബ് വീണ്ടും പഴയ പോലെ ഓൾഡായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കോമിക്സ് നടന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല കോമിക്സിൽ ഒരു ഘട്ടത്തിൽ ഈ മാഡം വെബ് എന്ന ക്യാരക്ടർ മരിച്ചു പോകുന്നുണ്ട്. അതായത് നമ്മുടെ ക്രേവൻ്റെ ഡോക്ടർ, അതായത് നെസ്റ്റ് ക്രേവൻ വന്ന് നമ്മുടെ മാഡം വെബിനെ കൊല്ലുന്നുണ്ട്. കാരണം കോമിക്സിൽ ക്രേവനെ വന്ന് സ്പൈഡർമാൻ കൊന്നുകളയും. അപ്പോൾ അങ്ങനെയുള്ളപ്പം അടുത്ത ക്രേവൻ വരും, ക്രേവൻ്റെ ഡോക്ടർ. അപ്പം ആ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാഡം വെബിനെ അങ്ങോട്ട് കൊന്നുകളയും. അപ്പോൾ നിങ്ങൾ ആലോചിക്കണ്ടേ, മാഡം വെബ് ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞ് പിന്നെ എങ്ങനെ ചത്ത് നിങ്ങൾ ആലോചിക്കും. ആക്ച്വലി ആ ഇമ്മോർട്ടലിറ്റി എങ്ങനെ ആക്ട് ആവുമെന്ന് വെച്ചാൽ നമ്മുടെ മാഡം വെബിന് എന്താ പറയുക വീണ്ടും ഏജ് ആകാതെ അങ്ങനെ നിൽക്കാം, ഡിസീസ് ഒന്നും വരാതെ അങ്ങനെ തന്നെ ഇരിക്കാം. ഓക്കെ, പക്ഷേ ആരെങ്കിലും വന്ന് കൊല്ലുകയാണെങ്കിൽ ചത്തുവും. ഓക്കെ, അങ്ങനത്തെ ഒരു ഇമ്മോർട്ടാലിറ്റിയാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം കോമിക്സിൽ മാഡം വെബിന് നടക്കുന്നുണ്ട്. ഡെഡായി പോകുന്നുണ്ട് മാഡം വെബ് കോമിക്സ്. എന്നിട്ട് മരിക്കുന്നതിന് മുമ്പായിട്ട് മാഡം വെബ് എന്ത് ചെയ്യുന്നു വെച്ചാൽ തൻ്റെ ആ ഒരു സൈക്കിക് എബിലിറ്റീസൊക്കെ ഈ ഒരു അടുത്തൊരു ക്യാരക്ടറിന് അത് പാസ് ചെയ്യാൻ, അതായത് ജൂലിയ കാർപ്പൻ്റർ എന്നൊരു ക്യാരക്ടറിന് മാഡം വെബ് മരിക്കുന്നതിന് മുമ്പായിട്ട് തൻ്റെ ഈ എബിലിറ്റീസൊക്കെ പാസ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നീട് ഇപ്പോൾ കോമിക്സിലൊക്കെ നമ്മുടെ ജൂലിയ കാർപ്പൻ്ററാണ് നെക്സ്റ്റ് മാഡം വെബായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മാഡം വെബിൻ്റെ ഒറിജിനൽ കാര്യങ്ങളൊക്കെ. അങ്ങനെ വലിയൊരു ഒറിജിനുമില്ല, ഇത്രയേ ഉള്ളൂ. ഇനി മാഡം വെബിൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസിലോട്ട് വരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സൈക്കിക് എബിലിറ്റി മാഡം വെബ് എന്ന ക്യാരക്ടറിനുണ്ട്. ഒരു ടെലിപ്പതി എന്ന് പറയാൻ പറ്റും, പ്രൊഫസർ എക്സിനെ പോലെ. അതായത് മാഡം വെബിനെ കൊണ്ട് മറ്റുള്ള ആൾക്കാരെ മൈൻഡിനെ റീഡ് ചെയ്യാൻ പറ്റും, ചെറുതായിട്ട് അവരെ മൈൻഡ് കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ അവരുടെ മൈൻഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാഡം വെബിനെ കൊണ്ട് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. സോ അങ്ങനെ ഒരു ടെലിപ്പതിക്കായിട്ടുള്ളൊരു എബിലിറ്റി മാഡം വെബിന് ഒരു ക്യാരക്ടറിനുണ്ട്. അതുമാത്രമല്ല ആസ്ട്രൽ
ആസ്ട്രൽ പ്രൊജക്ഷൻ മാഡം വെബിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതായത് ഏതൊരു ലൊക്കേഷനിൽ നമ്മുടെ മാഡം വെബിനെ ആസ്ട്രൽ പ്രൊജക്ഷനിൽ വന്ന് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റും. കൂടാതെ മറ്റുള്ളവരെ മൈൻഡിൽ ചെന്ന് അവരുടെ അടുത്ത് സംസാരിക്കാൻ നമ്മുടെ മാഡം വെബിന് ക്ലിയർ ആയിട്ട് സാധിക്കും. ഇത് മാത്രമല്ല ചെറുതായിട്ട് ഫ്യൂച്ചറിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ നമ്മുടെ മാഡം വെബിനെ കൊണ്ട് പറ്റും. ഭയങ്കരമായിട്ടൊന്നും പറ്റില്ല, ചെറുതായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ മാഡം വെബിനെ കൊണ്ട് പറ്റും. ഇത് മാത്രമല്ല നമ്മുടെ സ്പൈഡർമാനുമായിട്ട് വലിയൊരു കണക്ഷൻ മാഡം വെബിനുണ്ട്. അതായത് ഈ ഒരു സ്പൈഡർ വേഴ്സ് ഇല്ലേ, സോ അതുമായിട്ട് മാഡം വെബിന് നല്ല ലിങ്ക് ഉണ്ട്. അതായത് മൾട്ടിവേഴ്സ് ലെവലിലുള്ള ഓരോ സ്പൈഡർമാൻമാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരാരൊക്കെയാണെന്നൊക്കെ മാഡം വെബിന് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഈവൻ മൾട്ടിവേഴ്സിൽ തന്നെ പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓരോരോ സ്പൈഡർമാൻ റിയാലിറ്റിയിലേക്ക് പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. മറ്റുള്ള സ്പൈഡർമാൻമാരെ ടെലിപ്പത്തിക്കായിട്ട് അവരെ പരസ്പരം സംസാരിപ്പിക്കാൻ വരെ മാഡം വെബിന് പറ്റും. ഇതുകൊണ്ടാണ് മാഡം വെബ് സ്പൈഡർ വേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എന്ന് പറയാനുള്ള മെയിൻ റീസൺ. ഓക്കെ, അതായത് ഈ ഒരു വെബ് ഓഫ് ലൈഫ് ആൻഡ് ഡെസ്റ്റിനി എന്ന് പറയില്ലേ സ്പൈഡർ വേഴ്സിൽ, സോ അതുമായിട്ട് നമ്മുടെ മാഡം വെബ് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് മാഡം വെബ് സ്പൈഡർ വേഴ്സിൽ ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സോണി മാഡം വെബിനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനത്തെ മൂവി വരെ കൊണ്ടുവന്നതെന്നാണ് തോന്നുന്നത്. പിന്നെ വരെ മാഡം വെബിൻ്റെ വീക്ക്നെസ്സിലോട്ട് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാഡം വെബ് ഫിസിക്കലി വീക്കാണ്, സ്ട്രെങ്തോ സ്പീഡോ ഒന്നുമില്ല. അതുമാത്രമല്ല ബ്ലൈൻഡാണ്, ബോഡി കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആണ്. അപ്പം ഇതൊക്കെ മാഡം വെബിൻ്റെ ഒരു വലിയ വീക്ക്നെസ്സാണ്. മാഡം വെബിൻ്റെ ബോഡി തന്നെയാണ് മാഡം വെബിൻ്റെ വീക്ക്നെസ്. അപ്പോൾ ഇതൊക്കെയാണ് മാഡം വെബ് എന്ന ക്യാരക്ടറിൻ്റെ ഒറിജിനും പവേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പം മാഡം വെബ് മൂവിക്ക് വേണ്ടി നിങ്ങൾ ആരൊക്കെയാണ് വെയിറ്റിംഗ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണിക്കുക മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.